RRBയുടെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 31 വരാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ നേരത്തെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഹറിബറി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകൾ ഒരു പ്രത്യേക ഫോർമാറ്റിൽ റെയിൽവേ എക്സാംസുകൾക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ടൈമിൽ അത് തന്നെ കൊടുക്കാം. അതേപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിന് എന്ത് ചെയ്താൽ മതിയാവും, അവിടെ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്കറിയാം, റെയിൽവേയിൽ നമ്മൾ അപ്ലിക്കേഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തു വെക്കുകയാണ്. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദെൻ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിയുന്നു, സെക്കൻഡ് സ്റ്റേജ് എക്സാം, അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, ജോലി പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതൊരു സൈക്കിൾ ഓഫ് എന്താ പറയുക ആക്ടിവിറ്റീസ് നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. സോ ആ സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ, ഞാൻ ഈ ഒരു ഫോർമാറ്റ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ അത് എല്ലാം നിങ്ങൾക്ക് സെക്ഷൻ കാണാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോയുടെ താഴെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ്, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു, ഇപ്പോൾ റെയിൽവേൻ്റെ ഒരു എംബ്ലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. ഓൾറെഡി വേറെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് വെരിഫിക്കേഷനൊക്കെ പോകുന്ന സമയത്ത് ചില ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ രീതിയിൽ വേണം ഈ രീതിയിൽ വേണം എന്നൊക്കെ പറയും. പക്ഷേ എന്നാലും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ ഈ രീതിയിൽ എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഇനി വീണ്ടും സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഓഫ് കാറ്റഗറിയിൽ വരുന്നതാണ് OBC നോൺ ക്രീമി ലെയർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് NCL applying for appointment to the post under the government of India. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ OBC നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് അറ്റസ്റ്റ് ചെയ്യേണ്ടത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഡെപ്യൂട്ടി കമ്മീഷണർ, എനി അതർ കോമ്പിറ്റന്റ് അതോറിറ്റി അവരുടെ ഓഫീസിലും വേണം. അപ്പോൾ ചില സർട്ടിഫിക്കറ്റിലൊക്കെ കഴിഞ്ഞ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഇപ്പോൾ നമ്മൾ എൻട്രിയിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ RRB JEE എക്സാം ക്ലിയർ ചെയ്തവരുണ്ട്. അപ്പോൾ അവർ മെഡിക്കൽ വെരിഫിക്കേഷനൊക്കെ അല്ല ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊക്കെ പോകുന്ന സമയത്താണ് ചില മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓഫീസിൽ മറന്നു പോവുക. അതേപോലെ തന്നെ കോമ്പിറ്റൻ്റ് അതോറിറ്റീസ് നോക്കുക. ആരൊക്കെയാണ് ഇതിന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള മറ്റ് അതോറിറ്റീസ് നോക്കാം. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അഡീഷണൽ മജിസ്ട്രേറ്റ്, കലക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ, ഡെപ്യൂട്ടി കലക്ടർ, ഫസ്റ്റ് ക്ലാസ് സ്റ്റൈപ്പൻഡറി മജിസ്ട്രേറ്റ്, അതേപോലെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, താലൂക്ക് മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അതേപോലെ തന്നെ എന്താണ് തഹസീൽദാർ. ഇതെല്ലാം എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ്. മിക്കവാറും നിങ്ങൾ സിവിൽ ഓഫീസൊക്കെ പോയിട്ട് അവിടെയൊക്കെ പോയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അവിടെ കൊടുക്കാനുണ്ടാവും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കൽ മസ്റ്റാണ്. ഇപ്പോൾ ഒക്ടോബർ 31 ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഡിലേ വരണ്ട, ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. അപ്പോൾ അതിലൊരു നമ്പർ ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സർട്ടിഫിക്കറ്റുമായിട്ട് അവിടെ പോകുന്ന സമയത്ത് അവർ നമ്പർ ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും സാഹചര്യത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു നമ്പർ ഇതിൽ എൻ്റർ ചെയ്യുന്നുണ്ടാവും. മിക്കവാറും ഇതിൻ്റെ ടോപ്പ് പൊസിഷനിലായിരിക്കും അവർ എൻ്റർ ചെയ്യുന്നുണ്ടാവും. സോ ആ നമ്പറാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സബ്മിഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടി വരിക. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സർട്ടിഫിക്കറ്റാണ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS കാറ്റഗറിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, സർട്ടിഫിക്കറ്റ് വേണ്ടത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഫോർമാറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയുടെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതേ ഫോർമാറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്ത് വെക്കുക. അതായത് നിങ്ങളുടെ ഒരു ഡ്രീം ജേണി ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിച്ചൊരു സർക്കാർ ജോലി ഉണ്ടല്ലേ, അതായത് ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുന്ന ഒരു എക്സാമാണ് റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. ഇനീഷ്യലി 50,000 മുകളിൽ സാലറി ലഭിക്കാൻ പോകുന്ന ഒരുപക്ഷെ ഒരു BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡർ കിട്ടാവുന്ന ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നാണ് RRB ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ ഈ ഒരു ജോലി നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി, എന്താ പറയുക, ഇനിയുള്ള ഒരു 5-6 മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 6 മാസങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താം. ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിൽ ഒന്നായിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.